മോതിരം വിരലിൽ കുടുങ്ങി ഫയർഫോഴ്സിന്റെ സഹായം തേടുന്ന നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അശ്രദ്ധ മൂലം മോതിരം വിരലിൽ കുടുങ്ങിയെത്തുന്നവരുടെ എണ്ണം കൂടുകയാണെന്നാണ് തളിപ്പറമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 50 പേരാണ് ഇത്തരത്തിൽ അഗ്നിശമന സേനയുടെ സഹായം തേടിയെത്തിയത്. ഫാഷന് വേണ്ടി, സൗഹൃദങ്ങളുടെ പേരിൽ, ബന്ധങ്ങളുടെ പേരിൽ, അങ്ങനെ പല കാരണങ്ങളാൽ കൈവിരലിൽ മോതിരമണിഞ്ഞിട്ടുള്ളവരാണ് പലരും. എങ്കിൽ തളിപ്പറമ്പ് ഫയർഫോഴ്സ് നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. സൂക്ഷിച്ചില്ലെങ്കിൽ മോതിരം ചിലപ്പോഴൊക്കെ വട്ടം ചുറ്റിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 50 പേരാണ് കൈവിരലിൽ കുടുങ്ങിയ മോതിരം അഴിച്ചെടുക്കാൻ ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. ഫാൻസി കടകളിൽ നിന്ന് വാങ്ങുന്ന സ്റ്റീൽ മോതിരങ്ങൾ കുടുങ്ങി വിരൽ വികൃതമായ രീതിയിലാണ് കൂടുതൽ ആളുകളും എത്തിയത്. സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് നിർമ്മിച്ച മോതിരങ്ങളുമായും ആളുകൾ എത്താറുണ്ട്. വാഹനാപകടങ്ങളിലും മറ്റും കുടുങ്ങിപ്പോകുന്ന വളകളും മോതിരങ്ങളും മുറിച്ചുമാറ്റാൻ ആശുപത്രി അധികൃതരും അഗ്നിശമന സേനയെ സമീപിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. സാധാരണ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെ കൂടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സേന അറ്റൻഡ് ചെയ്യുന്ന ഒരു കോളാണ് കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടും മറ്റും ഉള്ള കോളുകൾ. അത് ഭൂരിഭാഗവും നമ്മുടെ കുട്ടികളാണ് ഇങ്ങനെയുള്ള കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവർ കയ്യിൽ വല്ല നീരൊക്കെ ആയി വന്നിട്ടാണ് നമ്മൾ മുറിച്ച് കൊടുക്കുന്നത്. നീര് വന്നതിന് ശേഷം കുട്ടികൾ വലിച്ചിട്ട് അത് വല്ലാതെ കൂടുതലായതിനു ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികൾ ഇങ്ങനെയുള്ള മോതിരങ്ങൾ, സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ്. കുട്ടികളാണ് ഇത്തരത്തിൽ കൂടുതലും എത്തുന്നതെങ്കിലും പ്രായമായവരുടെ എണ്ണവും കുറവല്ല. കഴിഞ്ഞ ദിവസം 98 വയസ്സുള്ളയാളിൽ നിന്ന് 3 മോതിരങ്ങളാണ് ഒന്നിച്ചു മുറിച്ചു മാറ്റിയത്. മോതിരം വിരലുകളിൽ മുറുകുന്ന സമയത്ത് വലിച്ചൂരാൻ ശ്രമിക്കാതെ ഉടൻ ഫയർ സ്റ്റേഷനിൽ എത്തണമെന്നും അങ്ങനെയെങ്കിൽ നൂലുപയോഗിച്ചോ ഷിയേഴ്സ് പോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് സുരക്ഷിതമായി മുറിച്ചുമാറ്റിയോ അഴിച്ചെടുക്കാനോ സാധിക്കും. ഇറുകിയ ഫാൻസി മോതിരങ്ങൾ ധരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, ദിവസേന അഴിച്ചുവെക്കാൻ ശ്രദ്ധിക്കുക എന്നിവ ചെയ്താൽ ഈ ഒരവസ്ഥ ഒഴിവാക്കാനാകും. ന്യൂസ് മലയാളം, കണ്ണൂർ.